ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി യാത്രയ്ക്ക് പോവാണ്. അപ്പോൾ യാത്ര എന്ന് പറയുമ്പം കുറച്ച് അധികം ദൂരമുള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഗോവ. അങ്ങനെ ഗോവ ഒക്കെ കണ്ട് അടിച്ച് പൊളിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഗോവയിൽ പോയിട്ട് ബീച്ചിൽ പോകണം, പാർക്കിൽ പോകണം, ബോട്ടിങ്ങിന് പോകണം, അങ്ങനെയൊക്കെ കുറേ പ്ലാനുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗോവയിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്റ്റേഷനുകളും കഴിഞ്ഞ് പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇരുന്ന് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും, എത്തിയോ എന്ന്. പക്ഷേ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ ഒരു രാത്രി 9:30 ട്രെയിനിന് കയറി. അങ്ങനെ ട്രെയിനൊക്കെ യാത്ര തുടങ്ങി. അങ്ങനെ ട്രെയിനിൽ ബർത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ജോണും കൂടി സുഖമായിട്ട് അതിൽ കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഒരു 11:30 കൂടി ഞങ്ങൾ നമ്മുടെ ഗോവ സ്റ്റേഷനിൽ, മഡ്ഗോൺ സ്റ്റേഷനിൽ നമ്മൾ എത്തി. അപ്പോൾ ഞങ്ങളുടെ ഈ കൂടെ നിൽക്കുന്ന ഈ ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ചേട്ടനാണ് കേട്ടോ ഞങ്ങൾക്ക് യാത്രയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നത്. ഇനി ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മറ്റൊരു ചേട്ടനാണ്. ആളുടെ പേര് ക്ലെമൻ്റ് എന്നാണ്. ആളാണ് ഷൈനിങ് ടൂറിസ്റ്റിൻ്റെ ഓണർ. ഇതൊരു ഏജൻസി വഴി പോണതാണ് കേട്ടോ. അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഗോവയിൽ ഒരു വിശുദ്ധനുണ്ട്, നമ്മുടെ ഫ്രാൻസിസ് സേവിയർ പുണ്യാളൻ. അപ്പോൾ ആളെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോണത്. അപ്പോൾ ആളെ കാണണം, പിന്നെ കുറച്ച് സങ്കടങ്ങളൊക്കെ നേരിട്ട് കണ്ട് ബോധിപ്പിക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ യാത്രയുടെ ഇടയിൽ കുറച്ച് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഏകദേശം എത്താറായി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ പുണ്യാളനെ മാത്രം കാണലല്ലാട്ടോ ലക്ഷ്യം. ബീച്ച്, പാർക്ക്, ബോട്ടിങ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. അപ്പോൾ എന്നെക്കാളും കൂടുതൽ ഈ ട്രിപ്പ് എൻജോയ് ചെയ്യുന്നത് നമ്മുടെ ജോണാണ് കേട്ടോ. ഈ ട്രിപ്പ് ഞങ്ങളുടെ യാത്ര തുടങ്ങുന്നത് നവംബർ 29, 2024 അതായത് കഴിഞ്ഞ മാസം ആണ് ഈ യാത്ര തുടങ്ങിയത്. ഞങ്ങളത് എത്തുന്നത് ഡിസംബർ 3 ഞങ്ങൾ എത്തുന്നത് കേട്ടോ. ഡിസംബർ 3 രാത്രി 10 മണി ട്രെയിനിൽ കയറി ഡിസംബർ 4 ഒരു 12 മണിയോടൊക്കെ കൂടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ എത്തി. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങൾ ഗോവയിൽ എത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ്. ഈ ക്യാപ്പ് വെച്ചിട്ടുള്ളതൊക്കെ ഓരോ പള്ളികളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് കേട്ടോ. ഈ പുണ്യാളൻ്റെ രൂപം കാണാനായിട്ട് വന്നിട്ടുള്ളതാണ്. ഈ പുണ്യാളൻ്റെ രൂപം 10 കൊല്ലം കൂടുമ്പോൾ ഒരിക്കലേ എടുക്കുള്ളൂ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഓരോ പള്ളികളിൽ നിന്നൊക്കെ ആളുകൾ ഒരുപാട് എത്തിയിട്ടുണ്ടായിരുന്നു ഗോവയിൽ. അതുകൊണ്ട് റൂം കിട്ടാനൊക്കെ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏജൻസി ത്രൂ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വേഗം നടന്നു. പിന്നെ അത് കൂടാണ്ട് രഞ്ജു എന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആളാണ് ഞങ്ങൾക്കുള്ള എല്ലാ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ തരുന്നത്. ഞങ്ങളെ സ്റ്റേഷനിൽ സേഫായിട്ട് ഇറക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞൊക്കെ തന്ന്, അതുപോലെ തന്നെ ഞങ്ങളെ ഈ ക്ലെമൻ്റ് എന്ന് പറയുന്ന ഈ ഷൈനിങ് ടൂറിസ്റ്റ് എൻ്റെ ഓണർ ആളുടെ കയ്യിൽ ഏൽപ്പിച്ചതിന് ശേഷമാണ് ആൾ തിരിച്ച് റിട്ടേൺ പോയത്. കാരണം 2-3 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു ബാച്ച് ഗോവയിലേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. അവരെ ഗൈഡ് ചെയ്യാൻ വേണ്ടി പോണതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇനി 1 മണിക്കൂർ നേരം യാത്രയുണ്ട് ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. അപ്പോൾ ഒരു AC ബസ്സാണ്. ഞങ്ങൾക്ക് പെർ ഹെഡ് ആയിട്ടുള്ളത് 8,000 റുപ്പീസാണ്. ജോണിനാണെങ്കിൽ 4,000 ആയത്. അപ്പോൾ ഈ 8,000 റുപ്പീസിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ റിസോർട്ടിൽ 2 ദിവസം സ്റ്റേ വരുന്നുണ്ട്, അതിൻ്റെ പൈസ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാനായിട്ട് നമ്മളൊരു AC ബസ്, എയർ ബസ് പോകുന്നുണ്ട്. അപ്പം ആ ബസ്സിലാണ് എല്ലാവരെയും കയറ്റിയിട്ട് യാത്ര ചെയ്യുന്നത്. ആ ബസ്സിൻ്റെ പൈസ, അതുപോലെ തന്നെ ട്രെയിനിൻ്റെ ചാർജ്, പിന്നെ റിസോർട്ടിലുള്ള ഫുഡ്, ബൊഫെ സംവിധാനമാണ്, നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം. അങ്ങനെ അതെല്ലാം കൂടിയും ഈ 8,000 ഉള്ളിൽ പെട്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് പാരാഗ്ലൈഡിങ് അങ്ങനെ എന്തെങ്കിലും നമ്മൾ എക്സ്ട്രാ എന്തെങ്കിലും ബോട്ടിംഗ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അന്നേരം മാത്രം നമ്മളൊരു എക്സ്ട്രാ എമൗണ്ട് കൊടുത്താൽ മതി. പിന്നെ ഈ 8,000 റുപ്പീസ് എന്നുള്ള പെർ ഹെഡ് എന്നുള്ള ഈ എമൗണ്ട് അത് സീസൺ അനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഗോവയിൽ ഈ പുണ്യാളുടെ രൂപം ഇറക്കുന്നതുകൊണ്ട് നല്ലൊരു സീസൺ ടൈം ആയിരുന്നു. അതുകൊണ്ട് റേറ്റ് ഇത്തിരി ഇതിൽ നമുക്ക് കിട്ടി. ഇപ്പോൾ പള്ളിയിൽ നിന്നും കൊണ്ടുപോകുന്നുണ്ട് 7,000 റുപ്പീസിന്. ഇവർ കുറച്ചധികം സ്ഥലങ്ങൾ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഏജൻസി ത്രൂ പോയത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ഈ ട്രെയിൻ മാത്രമാണ് AC കോച്ച് അല്ലാത്തതായിട്ടുള്ളൂ, ബാക്കിയുള്ള എല്ലാം AC തന്നെയാണ്. പിന്നെ നമുക്ക് സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ അവർ നന്നായി പറഞ്ഞു തരുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത റൂം കേട്ടോ. 2 ബെഡ് ഉണ്ടായിരുന്നു. ഒരു ഡബിൾ കോട്ട് പോലത്തെ ഒരു ബെഡും പിന്നെ ഇപ്പുറത്തൊരു സിംഗിൾ ബെഡ് ഉണ്ടായിരുന്നു.
പിന്നെ ഒരു ടോയ്ലറ്റൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ റൂം അത്രയ്ക്ക് ഇങ്ങോട്ട് നന്നായി പെയിൻ്റ് അടിച്ച് നല്ല ഷോ അങ്ങനത്തെ ടൈപ്പ് റൂമൊന്നും ആയിരുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് ആ ബാൽക്കണിയും ആ ലേക്കിൻ്റെ വ്യൂവും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ്. അപ്പം ഞങ്ങൾ അവിടെ ഇരുന്ന് കുറേ നേരമൊക്കെ സംസാരിച്ച് നമുക്കിങ്ങനെ രാത്രി ടൈമിലൊക്കെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. പിന്നെ റൂമിൽ AC ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ക്ലോസ് ചെയ്തിട്ട് AC ഒക്കെ ഇട്ട് അതിനകത്ത് ഇരിക്കാം, അല്ലെങ്കിൽ വേണ്ട. പിന്നെ TV ഉണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാം നമ്മൾ ഹോട്ടൽ റൂമുകൾ കാണുന്ന പോലെ തന്നെ എല്ലാ സെറ്റപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. റിസോർട്ടിൻ്റെ പേര് വരുന്നത് മെയ്സൺ ലേക്ക് വ്യൂ റിസോർട്ടാണ്. അതിന് കുറേ ബ്ലോക്കുകൾ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾക്ക് കിട്ടിയത് D ബ്ലോക്ക് ആയിരുന്നു. D ബ്ലോക്കിൽ 704 എന്ന് പറയുന്ന റൂം നമ്പർ ആയിരുന്നു ഞങ്ങളുടെ, അതായത് ഏറ്റവും മുകളിലത്തെ ആയിരുന്നു. പിന്നെ ലിഫ്റ്റ് സംവിധാനം ഇല്ല, നമ്മൾ ബാഗ് കയ്യിൽ പിടിച്ച് തന്നെ കയറേണ്ടി വരും. അങ്ങനെ ഞങ്ങളവിടെ ചെന്ന പാടെ തന്നെ ഞങ്ങളൊരു ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ബാഗ ബീച്ചിലേക്കാണ് പോയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ജോണ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ബീച്ചൊക്കെ എൻജോയ് ചെയ്തു. ഇങ്ങനെ മണൽ കളിക്കുക അങ്ങനെ. പിന്നെ പോണ വഴിക്ക് തന്നെ ഒത്തിരി ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്നൊരു ബക്കറ്റ്, ഷവൽ, അങ്ങനെ കുട്ടികൾ കളിക്കുന്ന മണ്ണ് കോരാനൊക്കെ ആയിട്ട് കളിക്കാൻ പറ്റിയൊരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആള്. പിന്നെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാല് കഴിച്ചപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഇവിടെ ഇരിക്കണേന് 100 രൂപ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ 100 രൂപ കൊടുത്തില്ല. അപ്പം ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ഹോട്ടൽ പോലെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറ്റും, ഇങ്ങനെ കിടന്നിട്ടുള്ളൊരു സംഭവത്തിൽ ഇരുന്നിട്ടാ. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഷേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇവിടെ ഇരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഷേക്ക് 60 രൂപയുടെ ഷേക്കും 50 രൂപയുടെ ഷേക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഇത് വളരെ നമുക്ക് അത്ര ഇഷ്ടപ്പെടില്ല അവിടുത്തെ ഷേക്കും കാര്യങ്ങളൊന്നും. ഒരു പാലൊക്കെ ആണെങ്കിൽ ഒരു തണുപ്പില്ല, ചുമ്മാ അങ്ങനെ ചോക്ലേറ്റ് പൗഡർ ഇട്ട് ഇളക്കി തന്നാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ഉണ്ടായിരുന്നു. ഐസ്ക്രീമൊന്നും ഇട്ടിട്ടൊന്നുമില്ല, അങ്ങനത്തെ ഒരു ഷേക്കായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കുടിച്ചു. ഭാഗ്യത്തിന് മറ്റ് കംപ്ലൈൻസും കാര്യങ്ങളൊന്നും വയറിന് പറ്റിയില്ല. കാരണം നല്ല വിലയും വാങ്ങിയിട്ട് അവർ 210 എന്തോ രൂപ വാങ്ങിച്ചു ആ ഒരു ഷേക്കിന് തന്നെ. അങ്ങനെ മൊത്തം ഞങ്ങളൊരു 400 രൂപ 2 ഷേക്കിന് കൊടുക്കേണ്ടി വന്നു കേട്ടോ. കാരണം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീമുകൾ വളരെ കുറവാണ്. എനിക്കാണെങ്കിൽ വളരെ ഇഷ്ടമുള്ള കാര്യം എന്ന് പറയുന്നത് ഐസ്ക്രീമാണ്, അതുപോലെ തന്നെ ഷേക്കും ഒക്കെ. പക്ഷേ ഈ ഗോവയിൽ അത് കുറവാണ്. അവിടെ 100 രൂപയ്ക്ക് തൊട്ട് കിട്ടുന്ന സാധനം എന്ന് പറയുന്നത് ഈ ലിക്കർ ടൈപ്പ് ഐറ്റംസുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഷേക്കും ഐസ്ക്രീമും നമ്മളിപ്പോൾ ഏത് കടയിൽ കയറി ചോദിച്ചാലും ഇവിടെ ഇല്ല എന്നാണ് അവർ പറയുക. ഇപ്പോൾ ബീച്ച് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഐസ് പരത്തി ഐസ്ക്രീം, കോൺ ഐസ് ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, കോഴിക്കോട് ബീച്ച്, സ്നേഹതീരം ബീച്ചിലൊക്കെ. ഈ ബീച്ചിൽ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇല്ല, ഫുള്ളും ഈ ലിക്കർ ടൈപ്പ് ഐറ്റംസുകളായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾ അങ്ങനെ 2 ഷേക്കൊക്കെ കുടിച്ച് കുറച്ച് നേരം അവിടെ കിടന്ന് റെസ്റ്റൊക്കെ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജോൺ ഇങ്ങനെ തിരമാലകളിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ച് ഇങ്ങോട്ട് കളിക്കുകയായിരുന്നു കേട്ടോ. ആൾക്ക് ബീച്ച് വളരെയധികം ഇഷ്ടമായി. ഞാൻ എൻ്റെ മുന്നത്തെ ഒരു വ്ളോഗ് ഉണ്ടായിരുന്നു, അതിൽ സ്നേഹതീരത്തിൻ്റെ ഒക്കെ ഒരു ഇതിൽ ഞാൻ ജോണിൻ്റെ കയ്യൊക്കെ പിടിച്ച് ഞാനും അൽജിസും കൂടി ഇങ്ങനെ ബീച്ചിലേക്ക് ഇറക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര കരച്ചിലൊക്കെ ആയിട്ട്. അപ്പം അതിൽ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വലുതായി വരുമ്പോൾ ആ വെള്ളത്തിനുള്ള ഫിയറൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും തന്നെ സംഭവിച്ചു. ഇപ്പോൾ ഞാൻ കരയിലാണ് നിൽക്കുന്നത്, അവൻ വെള്ളത്തിലാണ്. ഫുള്ള് വെള്ളത്തിൽ തല കുത്തി മറിയലായിരുന്നു. ആൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇവൻ കളിക്കുന്നത് കണ്ടിട്ട് ഞാനും ആൽജൂസൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഇവൻ്റെ ഈ കോപ്രായങ്ങളും ഈ വെള്ളത്തിൽ കിടന്നിട്ടുള്ള കുത്തിമറിയലുകളും ഒക്കെ കണ്ടിങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും നോക്കിയിരുന്നു. പിന്നെ അപ്പം ഞങ്ങൾ വെറുതെ നിൽക്കണതിൻ്റെ ഗ്യാപ്പിൽ ഇടയ്ക്ക് വന്നിട്ട് ചോദിക്കും, ബോട്ടിങ്ങിന് പോകണോ, സ്പീഡ് ബോട്ടിന് പോകണോ എന്നൊക്കെ ഒന്ന് ചോദിക്കും. പക്ഷേ ബോട്ടിൻ്റെ ഒരു പോക്ക് കാണുമ്പോൾ ഭയങ്കര സ്പീഡിലാണ് സ്പീഡ് ബോട്ടൊക്കെ പോണത്, നമുക്ക് ശരിക്കും പേടിയാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ കയറിയില്ല കേട്ടോ. അതിന് പകരം അവസാനത്തെ ദിവസം ഒരു ബോട്ടിങ് പോലെ പ്ലാൻ ചെയ്യാം എന്നൊക്കെ ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലൈമറ്റ് ചേട്ടൻ പറയണ പോലെ തന്നെ ഞങ്ങളും അങ്ങനെ ലാസ്റ്റ് ഡേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ പിന്നെ ഇവിടെ ഗോവയിൽ മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഈ മസാജാണ്. അത് ഫുൾ ബോഡി മസാജ്, ഹെഡ് മസാജ്, ഷോൾഡർ മസാജ്,
ഫീറ്റ് മസാജ്, അങ്ങനെ അവർ തന്നെ നമുക്കൊരു മെനു കാട്ടിത്തരും. ഓരോന്നിനും അത്യാവശ്യം 400 രൂപ, 500 രൂപ, 600 രൂപ, അങ്ങനെ ഓരോ ഇതിനനുസരിച്ചിട്ട് റേറ്റും കൂടുതലാണ്. മസാജ് ചെയ്യാൻ വരുന്നത് അധികം ആണുങ്ങളായിരിക്കും. പിന്നെ നമ്മൾ ഈ ബീച്ചിൽ നമ്മളിങ്ങനെ ആ ഒരു ഇതിലൊക്കെ എടുക്കുമല്ലോ ജ്യൂസൊക്കെ കുടിച്ചിട്ട്, ആ കിടക്കുന്ന സമയത്തായിരിക്കും നമ്മുടെ അടുത്ത് വന്നത് ചോദിക്കാം. അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചില്ല കേട്ടോ, ആൽജിസിന്റെ അടുത്താണ് ചോദിച്ചത്. അപ്പോൾ ആൽജിസിന് ഇതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് ചെയ്തില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ കിടന്ന് കുറച്ചേരൊക്കെ സംസാരിച്ച് അങ്ങനെ പിന്നെ കുറച്ചു നേരം ജോണിൻ്റെ കൂടെയൊക്കെ കളിച്ചു. ഞങ്ങൾ വെള്ളത്തിലേക്കൊന്നും കാര്യമായിട്ട് ഇറങ്ങിയൊന്നുമില്ല. ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്തോ ഇറങ്ങാൻ തോന്നിയില്ല, ഞങ്ങൾ ഇറങ്ങിയില്ല. ശരിക്കും ഗോവയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ബീച്ചിലൊക്കെ കുളിക്കണം എന്നാണല്ലോ ഒരു ഇത്. പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ സ്പീഡ് ബോട്ടുകളൊക്കെ പോകുന്നുണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര ഒരു സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളത് പിന്നെ വേണ്ടാന്ന് വെച്ചു. പിന്നെ ഞങ്ങളുടെ അടുത്ത് പിന്നെ വന്നത് ഈ ടാറ്റു ഇതാണ്, പെർമനന്റ് ടാറ്റു. 20 റുപ്പീസിന് വരെ അവർ ടാറ്റു ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആൽജിസിനോട് പറഞ്ഞു എൻ്റെ പേര് പച്ചക്കുത്തിക്കോന്ന്. അപ്പൊ ആൽജിസ് പറഞ്ഞു വേണ്ട, ആൾക്കും പേടിയാണ് എനിക്കും പേടിയാണ്. പിന്നെ ഈ നീഡിലൊക്കെ അവരെപ്പോഴും മാറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിയില്ലല്ലോ. അവർ പറയുന്നു ഹൈജീനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ അതിന്റെ പൈസ കൊടുക്കുമ്പോൾ ഒരു പുതിയ നീഡിലാണ് യൂസ് ചെയ്യണേന്നൊക്കെ നമ്മൾ നോക്കിയിട്ടാണല്ലോ ചെയ്യാം. അവിടുത്തെ കാര്യത്തിനെ പറ്റി നമുക്കൊന്നും അറിയില്ല കാര്യമായിട്ട്. പിന്നെ അത് ചെയ്തിട്ട് പിന്നെ ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലം ആയാലും അതും പാടാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അതിനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളുടെ കൂടെ രഞ്ജു ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആളും ഞങ്ങളുടെ കൂടെ വർത്താനൊക്കെ പറഞ്ഞ് നടന്നു. പിന്നെ നൈറ്റ് സമയത്ത് ഗോവ ബീച്ച് കാണാനായിട്ട് നല്ല രസമാണ് കേട്ടോ. ഫുള്ള് ലൈറ്റാണ്. ബീച്ചിന്റെ ഇപ്പുറത്തറ്റം ഫുള്ള് ഇങ്ങനെ കുട്ടി കുട്ടി കടകൾ പോലെ ഉണ്ട്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമുക്കതെല്ലാം കണ്ടിങ്ങനെ നടക്കാനായിട്ട് നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ നിന്നൊക്കെ അങ്ങനെ ബീച്ച് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റിസോർട്ടിലെത്തി. അന്ന് രാത്രി ബൊഫേ സംവിധാനമായിരുന്നു. ഫുഡ് ബൊഫയാണ് കേട്ടോ, എല്ലാ സമയത്തും ബൊഫേ ആയിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ നേരെ എത്തിയത് അർജുന ബീച്ചിലായിരുന്നു. ഇന്നത്തെ ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 30 കേട്ടോ. അപ്പം അങ്ങനെ ഞങ്ങൾ അർജുന ബീച്ചിലെത്തി. അത് കഴിഞ്ഞ് അവിടെ ആ ബീച്ചിലേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല, ഭയങ്കര വലിയൊരു ബീച്ചാണ് കേട്ടോ അത്. പക്ഷെ അവിടെ ആരും ഇറങ്ങണമൊന്നുമില്ല. ഞങ്ങൾ അവിടെ നിന്ന സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ ഓരോരുത്തർ മാല വേണോ, വള വേണോ, കമ്മൽ വേണോ എന്നൊക്കെ ചോദിച്ചു വന്നു. പിന്നെ ഞങ്ങളൊന്നും അവരൊന്നും വാങ്ങിയില്ല കേട്ടോ. എനിക്കത്ര ഇഷ്ടമായില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ വാങ്ങാണ്ടിരുന്നത്. പിന്നെ കുറച്ച് ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്തു കേട്ടോ. സെൽഫി എടുത്തു. അപ്പോൾ സെൽഫി എടുക്കുന്ന നേരത്തെ എൻ്റെ മുകളിൽ കുറച്ച് തെങ്ങുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആൽജിസിനോട് പറഞ്ഞു ഈ തെങ്ങിന് ഇവിടെ കണ്ടു നല്ല പരിചയമുണ്ടല്ലോ. അപ്പോൾ നോക്കിയപ്പം നമ്മുടെ ഗോവയിലുള്ള ഷർട്ടുകളൊക്കെ നോക്കുമ്പോൾ ഫുൾ ഇങ്ങനെ തെങ്ങിൻ്റെയൊക്കെ ഒരു പ്രിന്റ്, ഈ ഓലയുടെ ഒക്കെ ഒരു പ്രിന്റ് ഉണ്ടാവും. ഏകദേശം ആ ഒരു പ്രിന്റ് ഉണ്ടായിരുന്നു ആ ഒരു ഓല നിൽക്കുന്ന ഒരു പൊസിഷനൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങള് അർജുന ബീച്ചൊക്കെ കണ്ടു കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് വാഗത്തൂർ ബീച്ചിലേക്കാണ് കേട്ടോ. ഈ വാഗത്തൂർ ബീച്ചിലാണ് മെയിനായിട്ട് ഈ ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സമയം. ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തി. അവിടെ ജോണ് കുറെ നേരം ഇങ്ങനെ കളിച്ചു. അവിടെ കുറെ ഫോറിനേഴ്സ് ഉണ്ടാവും. ഉച്ച സമയമാണ്, നല്ല വെയിലാണ്. നമ്മളെ കൊണ്ടൊന്നും കൂടില്ല, ആ വെയിൽ അത്രയും വെയിലാണ്. പക്ഷെ ഫോറിനേഴ്സിനൊന്നും കുഴപ്പമൊന്നുമില്ല, അവർ നല്ല സുഖമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. ജോൺ അതിൻ്റെ ഇടയ്ക്ക് ഷെല്ല് പറക്കല് എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരല് അങ്ങനെ കുറെ. ഞാനാണെങ്കിൽ കുട പിടിച്ചിട്ടാ നിൽക്കണേ ബീച്ചില്. അപ്പൊ നല്ല വെയിലാണ്, നല്ല ചൂടാണ്. അങ്ങനെ ഞങ്ങള് കുറച്ചു നേരം അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് നടന്ന്. ഇവിടെ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല, ഇങ്ങനെ ബോട്ടിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ കാമായിട്ടുള്ളൊരു ബീച്ച്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ മണലില് റോസ്, ആൽജസ്, ജോണ്, ഗോവ എന്നൊക്കെ പറഞ്ഞ് ഏതൊരു ഹാർട്ടൊക്കെ വരച്ച് ഞങ്ങൾ കുറച്ചു നേരം ഇങ്ങനെ അവിടെ നിന്നു. അങ്ങനെ പിന്നെ ഇതിന്റെ കല്ലിന്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ശൂലം ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഇങ്ങനെ അത് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തേട്ടാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് നേരമെങ്കിലും കഴിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഞങ്ങൾ അതിന്റെ തൊട്ട് നേരെ തന്നെ ഒരു ഷെഡ് പോലെ ഒരു ഇതുണ്ട്. അപ്പൊ ഞങ്ങൾ അവിടെ കയറി ഞങ്ങളൊരു പെപ്സിയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ജോണിന് കഴിക്കാനായിട്ട് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് വാങ്ങിച്ചു. അപ്പൊ മെനുവിൽ കണ്ടത് ഫ്രൂട്ട് സലാഡ് എന്നായിരുന്നു. അപ്പം ഞങ്ങൾ അതാണ് ഓർഡർ ചെയ്തത്. അപ്പൊ ആള് പറഞ്ഞു ഫ്രൂട്ട് സലാഡ് ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് തരും, പക്ഷെ ഐസ്ക്രീം വരില്ല എന്ന് പറഞ്ഞവര്. ഇവിടെ ഐസ്ക്രീം ഞങ്ങളുടെ ഷോപ്പിൽ ഇങ്ങനെ കിട്ടില്ല എന്ന് പറഞ്ഞവര്.
എന്നാൽ ശരി, എന്നാൽ ഫ്രൂട്ട്സ് എങ്കിൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രൂട്ട്സ് ഞങ്ങൾ കഴിച്ചു. പിന്നെ ഞങ്ങൾ അതിൻ്റെ പൈസയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോണത് ഇനി ലഞ്ച് കഴിക്കാനാണ് ഞങ്ങളുടെ റിസോർട്ടിലേക്ക്. അപ്പം റിസോർട്ടിൽ പോയി അവിടെ ബൊഫയാണ്. അപ്പം നമുക്ക് ചോറ്, മീൽസ് എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നെ ഇതെല്ലാം ഇൻക്ലൂഡഡ് ആണല്ലോ. പിന്നെ നമ്മൾ അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ എക്സ്ട്രാ ഒരു മണി എടുത്താൽ മതി എന്ന് ആദ്യമേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതായത് ബോട്ടിങ്ങോ പാരാഗ്ലൈഡിങ്ങോ അങ്ങനെ എക്സ്ട്രാ എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവിടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് എമൗണ്ട് മാത്രം കയ്യിലെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചോറ്, മീൻ വറുത്തത്, ക്യാബേജ് ഉപ്പേരി, സാമ്പാർ, പിന്നെ ഓലനോ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി ഞങ്ങൾ കഴിച്ച് അങ്ങനെ റൂമിൽ വന്ന് ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നമ്മൾ അഗൗഡ ഫോർട്ടിലേക്ക് പോയിട്ടാ. അഗൗഡ ഫോർട്ടിലൊക്കെ പോയി അവിടെ വെച്ചിട്ട് ജോണ് നല്ല ഫ്രണ്ട്സ് ഒക്കെ കിട്ടി. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നു. അപ്പൊ അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ അവനും നല്ല ഫ്രണ്ട്സ് ഒക്കെ ആയി. അങ്ങനെ ഇപ്പൊ അവൻ ഞങ്ങളുടെ കൂടെ വരുന്നില്ല. അവന്റെ ടീം ഒരു 4-5 പേരുണ്ട്. അപ്പൊ അവരുടെ കൂടെ അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പം ആ ഒരു ടീമിന്റെ കൂടെ അങ്ങനെ ഇപ്പൊ ഒപ്പം നടക്കാൻ വിളിച്ചാലും ആള് വരില്ല. അവന് പിള്ളേരുടെ കൂടെ പോവും. അങ്ങനെയായിരുന്നു. അങ്ങനെ അവരും നല്ലൊരു കമ്പനി ആയിട്ടാ. അങ്ങനെ ഞങ്ങൾ ഫോർട്ടിന്റെ എല്ലാ ഭാഗങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങളുടെ കൂടെ വന്ന ഗൈഡ് ക്ലെമന്റ് ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇത് എപ്പോൾ പണിതു, എന്ന് പണിതു, ആര് പണിതു, എത്ര കാലമായി, അതെല്ലാ കാര്യങ്ങളും അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കാണുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ആയിട്ട് ഞാനിത് എടുത്തിരിക്കുന്നത്. ഒന്ന് സൂം ചെയ്തെടുത്തിട്ടില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നേ. ഇപ്പൊ സീസൺ ടൈം ആണല്ലോ. കാരണം ഈ പുണ്യാളുടെ രൂപം 10 കൊല്ലത്തിന് ശേഷമാണ് ഇറക്കുന്നത്. ഇനി അടുത്തൊരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇനി ആ ബോഡി ഇറക്കുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജോണൊക്കെ ഒരു 10ാം ക്ലാസ്സൊക്കെ ആയിണ്ടാവും. ഞാനും ആൽജസും ജോണും ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഗോവയിലേക്ക് വരുന്നത്. ഇതാണ് കേട്ടോ നമ്മുടെ ടൂർ ഗൈഡ് ക്ലെമന്റ് ചേട്ടൻ. അപ്പൊ 1912 ഈ കോട്ട ഉണ്ടാക്കിയത് ഇതിലെ പോകുന്ന അഗൗഡ ഫോർട്ട് വെള്ളമുള്ള കോട്ട. ചുറ്റും കോട്ട കെട്ടി സംബന്ധിച്ച് അന്നുണ്ടാക്കിയ ലൈറ്റ് ഹൗസ് ആണിത്. ഇന്നിപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ അവിടെയാണ് ലൈറ്റ് ഹൗസ്. അപ്പോൾ ഇത് ഈ ഞാൻ ഇപ്പോൾ ചാരി ഇരുന്ന ടാങ്കാണ്. അടിയിൽ മറ്റേ 23.76 ലക്ഷം ഗാലൻ വെള്ളം ഇതിൽ കൊള്ളും. അത് ഓൾമോസ്റ്റ് 24 ലക്ഷം ഗാലൻ വെള്ളം ഇതിൽ കൊള്ളും. ഒരു ഗാലൻ എന്ന് പറഞ്ഞാൽ 2.5 ലിറ്റർ അങ്ങനെ വരും. അപ്പോൾ 2 ലിറ്റർ വെള്ളം വെച്ചിട്ട് 24 ലക്ഷം വെള്ളം ഇതിൽ കൊള്ളും. അപ്പം ഇതിൽ നിന്ന് ടണലിട്ട് പൈപ്പിട്ട് പുറത്ത് വരുന്ന ഷിപ്പുകൾക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇനി അത് കഴിഞ്ഞപ്പോൾ ഇത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ ജയിലായിട്ടും ഇതിലേക്കുള്ള പാസേജ് ആ ഭാഗത്ത് അതിലാണ് ഇതിലേക്കുള്ള പാസേജ് ഇത് പുതിയതുണ്ടാക്കിയത്. അപ്പോൾ ഇതാണ് അഗൗഡ ഫോർട്ട്. ഇതിലെ സ്ലോപ്പ് ഉണ്ട്. ഈ സ്ലോപ്പ് കൂടി കയറി ഭംഗി വിശാലാജി ഭംഗി കാണാൻ സാധിക്കുക. അത് കഴിഞ്ഞ് തിരിച്ച് ഇതിലൊന്ന് ഇറങ്ങി കഴിഞ്ഞാൽ താഴത്തേക്ക് ഇറങ്ങിയ നേരെ വണ്ടിയിലേക്ക്. നിങ്ങൾക്ക് സമയം പറഞ്ഞു തരുന്നില്ല, എൻ്റെ കൂടെ നടക്കാം. ഞാൻ എൻ്റെ കൂടെ. അങ്ങനെ നമ്മുടെ അഗൗഡ ഫോർട്ടിനെ കുറിച്ചിട്ടുള്ള കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അഗൗഡ ഫോർട്ടിൻ്റെ. പിന്നെ ഇത് ജയിലായിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ചിട്ട് ലൈറ്റ് ഹൗസിൻ്റെ കുറച്ച് അടുത്തായിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്ലോപ്പിൻ്റെ മുകളിൽ കൂടെ കയറി ചെല്ലാൻ പറഞ്ഞല്ലോ. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് നല്ല അടിപൊളി ഒരു വ്യൂ ആയിരുന്നു. അപ്പം അതിങ്ങനെ ഒരു വീഡിയോ ഒക്കെ എടുത്തു. അതിന് അവിടെ നിന്നിട്ട് ഞങ്ങൾ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ഇതാണ് ജോണിൻ്റെ ഫ്രണ്ട്സ് കേട്ടോ. അവൻ അവിടെ നിന്ന് കിട്ടിയ കുറച്ച് ഫ്രണ്ട്സാണ്. അങ്ങനെ ഇത് അവരുടെ അമ്മയാണ്. നല്ല കമ്പനി ആയിരുന്നു. ഇത് ഞങ്ങളുടെ കൂടെ വന്നിട്ടുള്ള ആ ഒരു ബാച്ച് ആളുകളാണ് കേട്ടോ. പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിക്കാനും പുതിയ പുതിയ ആൾക്കാരായിട്ട് പരിചയപ്പെടാനൊക്കെ ആയിട്ട് സാധിച്ചു. അങ്ങനെ ഞങ്ങൾ അഗൗഡ ഫോർട്ട് കണ്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങുകയാണ്. അപ്പോൾ ഇതിൻ്റെ കല്ലുകളൊക്കെ ഏകദേശം നമ്മളൊരു വെട്ടുകല്ല് പോലെയൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. സൈഡിലുള്ള മതിലുമുള്ള കല്ലൊക്കെ ആണെങ്കിലും
പക്ഷെ നല്ല ഉറപ്പുണ്ട്. അങ്ങനെ ഒത്തിരി പേര് ഇത് കാണാനായിട്ട് വരുന്നുണ്ട് കേട്ടോ, ഈ ഫോർട്ടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ ഇതിന്റെ ഈ ഫോർട്ട് കാണാനൊക്കെ ആയിട്ട് നമ്മൾ പൈസ നമ്മൾ കൊടുക്കണം. പക്ഷെ നമ്മൾ ഏജൻസി ത്രൂ പോകുന്നതുകൊണ്ട് അവരത് ഓൾറെഡി എല്ലാവർക്കുള്ള ടിക്കറ്റ് അവർ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളവിടെ ചെന്നാൽ മതിയായിരുന്നു. അപ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിരുന്നു. ഇനി അടുത്ത് നമ്മൾ അതോടെ കഴിഞ്ഞിട്ട് നമ്മൾ കലങ്കുത്ത് ബീച്ചിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ആ ബീച്ചിലേക്ക് പോകുന്ന വഴികളിലൊക്കെ ഫുള്ള് കടകളുണ്ട്. വള, മാല, കമ്മല്, അതുപോലെ തന്നെ കണ്ണട, വാച്ച്, ആൻറ്റിക് സാധനങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസുകളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങളൊന്നും അവിടെ നിന്നൊന്നും വാങ്ങിയൊന്നുമില്ല, എല്ലാം കണ്ടിങ്ങനെ നടന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് മെയിനായിട്ടും വാങ്ങിയതെന്ന് പറയുന്നത് കുറച്ച് മിഠായി അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലുമൊക്കെയാണ് വാങ്ങിയത്. കഴിക്കാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെയാണ് വാങ്ങിയത് കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ കലങ്കുത്ത് ബീച്ചിൽ തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ബീച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇങ്ങനൊരു ഇറക്കത്തിൽ കൂടെ വന്നിട്ടാണ് ആ ബീച്ചിലേക്ക് എത്തണത് കേട്ടോ. പിന്നെ സൺസെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ബാഗ ബീച്ചിൽ പോയപ്പോഴും അവിടെ സൺസെറ്റ് ഉണ്ടായിരുന്നു. അപ്പം അവിടെ കിങ്ഫിഷറിന്റെ ബോർഡൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫ്രണ്ടിലൊക്കെ നിങ്ങൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ഈ പറയാനതിന്റെ ഇടയിൽ അത് വിട്ടുപോയി. പിന്നെ അത് മാത്രമല്ല ബീച്ചിന്റെ സൈഡുകളിലൊക്കെ ഫുൾ ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ കുറെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് കുറെ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ നടന്ന് കാല് കഴിക്കുമ്പോൾ നമുക്ക് ഇരിക്കാം, അവിടുന്ന് ഭക്ഷണം കഴിക്കാം, അങ്ങനെ എൻജോയ് ചെയ്യാം. മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പൊ ഞങ്ങൾ അവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങൾ ഏകദേശം ഒരു 5 മണി 5:30 കൂടെ ഇവിടെ എത്തി. ഇനി നമ്മളൊരു 8:30 വരെ ഈ ബീച്ചിനകത്ത് തന്നെയാണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും എൻജോയ് ചെയ്യാം, നടക്കാം, ഭക്ഷണം കഴിക്കാം. അപ്പൊ നമ്മുടെ ഗൈഡ് ഒരു പോയിന്റ് പറയും, ആ സ്ഥലത്ത് നമ്മൾ എത്തിച്ചേർന്നാൽ മതി ആ സമയത്ത്. അപ്പൊ അന്നേരം വന്ന് നമ്മുടെ ബസ്, നമുക്കൊരു AC ബസ് ഉണ്ടെന്ന് പറഞ്ഞത്, അതിനകത്ത് നമ്മൾ പിക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം, അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു, ബീച്ചൊക്കെ കണ്ടു, പിന്നെ സൺസെറ്റ് ഒക്കെ കണ്ടു, പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇവിടെ അങ്ങനെ ചെറിയ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇവിടെ എല്ലാവരും വെള്ളത്തിലിറങ്ങുക, കളിക്കുക, പിന്നെ മണൽ തീരത്തൊക്കെ ഇരുന്ന് സൺസെറ്റ് കാണുക, അങ്ങനെയൊക്കെ ആയിരുന്നു. നമ്മുടെ ജോണു ഇവിടെയും നല്ല അടിപൊളിയായിട്ട് കളിച്ചു. അങ്ങനെ ഇത് ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ ഉണ്ടായിരുന്നവരായിരുന്നു കേട്ടോ. അപ്പം അവരായിട്ട് നല്ല കമ്പനിയായി ഞങ്ങള്. അപ്പം അങ്ങനെ ഞങ്ങൾ ബീച്ചിലുണ്ടായിരുന്നു അവരുടെ കൂടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം നടന്നു കഴിഞ്ഞപ്പോൾ ഐസ്ക്രീമൊന്നും എവിടെയും ചോദിച്ചിട്ട് കിട്ടാനില്ല. അവസാനം ഞങ്ങളൊരു ബീച്ചിനടുത്ത് തന്നെയുള്ളൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി. അവിടെ നിന്നാണ് ഞങ്ങൾക്കൊരു ഐസ്ക്രീം കിട്ടിയത് കേട്ടോ. അതും എത്രയാ, ഒരു 2 സ്കൂപ്പിന് 140 റുപ്പീസ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങളത് കഴിച്ചു. അങ്ങനെ ഞങ്ങളത് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അതുവഴി അങ്ങനെ നടന്നു. അപ്പം രാത്രി ശരിക്കും ഈ ഗോവ ബീച്ചൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഫുള്ള് ലൈറ്റും കാര്യങ്ങളും, സീറ്റുകളൊക്കെ ഇട്ടിട്ടുണ്ട് കപ്പിൾസ് ഇരിക്കാനായിട്ട്, അങ്ങനെ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കൂടാരം പോലെ മുകളിലേക്ക് കെട്ടിയിട്ട് 4 സൈഡിലും നല്ല വെളുത്ത കർട്ടനൊക്കെ ഇട്ട് ഉള്ളിൽ ഫുള്ളും യെല്ലോ കളർ ലൈറ്റൊക്കെ വെച്ചിട്ട് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ച് ദൂരം വരെ നടന്നു കേട്ടോ. ഇനി അങ്ങോട്ടേക്ക് നടക്കാനൊക്കെ ഉണ്ട്. അതും വെറൈറ്റി കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷെ ഞങ്ങളൊരു ഇവിടം വരെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ പതുക്കെ നമുക്കിനി തിരിഞ്ഞ് നടക്കാം എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഞങ്ങൾ പതുക്കെ തിരിഞ്ഞ് നടന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സമയം 8 മണിക്ക് എത്തണം എന്നായിരുന്നു കേട്ടോ. അപ്പം ഏകദേശം ആ സമയമായി തുടങ്ങി. അപ്പം അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടന്നു വരുമായിരുന്നു. അപ്പോഴാണ് ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ നല്ല പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡാൻസൊക്കെ കളിക്കുന്നത് കാണണേ. അപ്പം ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ നോക്കിയിരുന്നു. അപ്പം അകത്താണ് ഡാൻസ്. അപ്പോൾ ഞങ്ങൾ അകത്തേക്കൊന്നും കയറിയില്ല, പുറത്തുനിന്നിട്ട് വീഡിയോ എടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ ബസ്സിലേക്ക് നടക്കാണ് കേട്ടോ അങ്ങോട്ടേക്ക്. അപ്പോൾ പോണ വഴിക്ക് ഒത്തിരി ലിക്കറിൻ്റെ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. മെയിനായിട്ടും ഇവിടെ എല്ലാ പെട്ടിക്കടകളിലും കിട്ടുന്ന സുലഭമായ സാധനം എന്ന് പറയുന്നതും ഈ ലിക്കർ തന്നെയാണ്. അപ്പോൾ അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളൊക്കെ നിന്ന് വാങ്ങിക്കുന്നുമുണ്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇപ്പോൾ 2 സൈഡിലും ഇങ്ങനെ ഈ തുണികളുടെയും അതുപോലെ തന്നെ സ്വീറ്റ്സിൻ്റെ ഒക്കെ കടകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ അതൊക്കെ കണ്ടു, അങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ഇരിപ്പായി. അങ്ങനെ നേരെ നമ്മുടെ റിസോർട്ടിലേക്ക് പോകണം ഭക്ഷണം കഴിക്കാനായിട്ട്. അങ്ങനെ കുറേ നേരം നടന്ന് ക്ഷീണിച്ച് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത്
പിന്നെ നമ്മുടെ റിസോർട്ടിലെത്തി. അപ്പോൾ എത്തി കഴിഞ്ഞപ്പോൾ അവിടെ റിസോർട്ടിൽ പൂളുണ്ട് കേട്ടോ. അപ്പോൾ പൂളിൻ്റെ ആ ഭാഗത്തേക്കൊക്കെ പോയപ്പോൾ അവിടെ പുറത്ത് പാർട്ടി നടക്കുന്നുണ്ട് ആ റിസോർട്ടിൽ. അപ്പം ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പക്ഷെ ഞങ്ങൾ പാർട്ടി ഇതിലൊന്നും പോയില്ല ഞങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നേരത്തെ എണീക്കണം, കുട്ടിയും നേരത്തെ എണീക്കണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരെ നടന്നൊക്കെ ക്ഷീണിച്ചുകൊണ്ട് നേരെ റൂമിൽ പോയി സുഖമായി ഉറങ്ങി. അങ്ങനെ ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഓരോ ബ്ലോക്കുകൾ കാണിക്കുന്നതാണ്. എ ബ്ലോക്ക്, ബി ബ്ലോക്ക്, സി ബ്ലോക്ക്, ഡി ബ്ലോക്ക് എന്നൊക്കെ. പിന്നെ ഈ റിസോർട്ടിൽ ലിഫ്റ്റ് ഇല്ല. നമ്മൾ ലഗേജസ് ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കയ്യിൽ പിടിക്കാൻ പറ്റ പാകത്തിലൊക്കെ കൊണ്ടുവരാം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ പിള്ളേർ ജോണൊക്കെ കൂടി ആ പൂളിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂളിൽ ഞങ്ങൾ ഇറങ്ങി കുളിച്ചൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ജസ്റ്റ് അതിൽ കൂടെ നടന്നു. അവർ പറഞ്ഞു കുളിക്കണമെങ്കിൽ കുളിക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ. പിന്നെ ബീച്ചിൽ കുളിച്ചിട്ടാണല്ലോ വരുന്നത്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഇത് നമ്മുടെ റിസോർട്ടാണ് കേട്ടോ ഈ കാണുന്നത് ഫുള്ളും. ഈ റിസോർട്ട് എന്ന് പറയുന്നത് ഈ അറ്റം തൊട്ട് ആ അറ്റം വരെ ഒരു റിസോർട്ട് തന്നെയാണത്. ആ ലേക്കിൻ്റെ ആ ഒരു വ്യൂ കിട്ടുന്നവരെ അങ്ങനെ അങ്ങോട്ട് ചെയ്തിരിക്കാൻ തോന്നുന്നുണ്ട് ഈ റിസോർട്ട്. അങ്ങനെ നല്ലൊരു സ്റ്റേ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ചപ്പാത്തി, പൊറോട്ട, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ അങ്ങനത്തെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് നൊയമ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അന്നേരം കോളിഫ്ലവറിൻ്റെ ഒരു കറി, അങ്ങനെ നൊയമ്പെടുത്തവർക്ക് അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. സെക്കൻഡ് ട്രിപ്പൊക്കെ വാങ്ങിച്ച് നമുക്ക് കഴിക്കാം, ഒരു കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല സുഖസുന്ദരമായിട്ട് ഞങ്ങളുടെ റൂമിലൊക്കെ പോയി. അങ്ങനെ റൂമിലൊക്കെ പോയി കഴിഞ്ഞ് ഈ പാട്ട് നല്ല ഉറക്കി വെച്ചിരിക്കണം. അപ്പം ഞങ്ങൾ ബാൽക്കണിയൊക്കെ തുറന്ന് അവിടെ എന്താ സംഭവം കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ ഫുള്ളിങ്ങനെ സ്പോട്ട് അടിക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഈ റിസോർട്ടിൻ്റെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ കേട്ടു. പിന്നെ നല്ല ഹിന്ദി പാട്ടുകൾ, നല്ല റൊമാൻറ്റിക് സോങ്ങുകളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറച്ച് നേരം കേട്ട് ബാൽക്കണിയിൽ അങ്ങനെ കുറച്ച് നേരം നിന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് നല്ല സുഖസുന്ദരമായിട്ട് ഉറങ്ങി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ എണീറ്റു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി എൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.